വി.ഡി. സതീശൻ ഒരു വലിയ കയ്യടി അർഹിക്കുന്നുണ്ട്. കാരണം വി.ഡി. സതീശന് ഈ ഒരു വലിയ ഉഗ്രവിജയം കിട്ടിയില്ലായിരുന്നുവെങ്കിൽ, ഒരു പക്ഷേ തോൽവിയുടെ കയ്പ് മധുരം അറിയേണ്ടി വന്നിരുന്നുവെങ്കിൽ എല്ലാവരും ഈ കുറ്റം ചാർത്തുന്നത് വി.ഡി. സതീശന്റെ തലയിൽ തന്നെയായിരിക്കുമായിരുന്നു. എന്നാൽ വി.ഡി. സതീശൻ പറഞ്ഞതിന് കൃത്യമായി 100+ എന്ന് അദ്ദേഹം പറഞ്ഞതുപോലെ 102 സീറ്റ് അതങ്ങനെ താഴിട്ടുറപ്പിച്ച് കോൺക്രീറ്റ് ഇട്ട് ഉറപ്പിച്ച് നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ വി.ഡി. സതീശൻ വലിയൊരു കയ്യടി തന്നെയാണ് അർഹിക്കുന്നത്. പക്ഷേ വി.ഡിക്ക് പതറിയ ഒരിടമുണ്ട്. ആ ഇടം മറ്റിടത്തുമല്ല, അത് ധർമ്മടമായിരുന്നു. ഒന്നറിഞ്ഞ് വി.ഡി. സതീശനും ഷാഫി പറമ്പിലും ഒക്കെ ഒന്നറിഞ്ഞ് അവിടേക്ക് ഇറങ്ങിയിരുന്നുവെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ധർമ്മടത്ത് നിന്നും ആ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനേക്കാൾ വലിയ മധുരമേറിയ സമ്മാനം ഉണ്ടാകുമായിരുന്നു. തീർച്ചയായിട്ടും ഇന്ന് ഇവിടെ ആ തോൽവിയുടെ രസം അറിഞ്ഞിട്ടുണ്ടെങ്കിലും 6 റൗണ്ട് വരെ മുഖ്യമന്ത്രി പിണറായി വിജയനെ വിറപ്പിച്ച ആ വ്യക്തി അദ്ദേഹം ഒരു ചില്ലറക്കാരനല്ല എന്ന് വ്യക്തമാവുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനെ വിറപ്പിച്ച ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കാം ധർമ്മടത്ത് LDF പിന്നിലെന്ന വാർത്ത എന്ന ബ്രേക്കിംഗ് ന്യൂസ് മാധ്യമങ്ങളിൽ തെളിയുന്നത്. മുഖ്യമന്ത്രി മത്സരിച്ച മണ്ഡലം എന്നതിനപ്പുറം CPM-ന് ഇത്രയേറെ കരുത്തുറ്റ അടിത്തറയുള്ള മണ്ഡലം ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. അവിടെയാണ് UDF മുന്നേറ്റം ആരും പ്രതീക്ഷിച്ചതല്ല, വി.ഡി. സതീശൻ പോലും പ്രതീക്ഷിച്ചതല്ല. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ അവിടേക്ക് ആരും വരാതിരുന്നത്. മണ്ഡലത്തിൽ 8 പഞ്ചായത്തുകളിൽ കടമ്പൂർ മാത്രമാണ് UDF-നൊപ്പം. LDF പഞ്ചായത്തുകളിലാണ് ആദ്യ റൗണ്ടുകളിൽ UDF മുന്നിൽ വന്നത്. വാർത്തകൾ പുറത്തു വന്നതോടുകൂടിയാണ് ധർമ്മടത്തെ UDF സ്ഥാനാർത്ഥി ആര് എന്ന് പലരും തിരഞ്ഞത്. എന്നാൽ കോൺഗ്രസിലെ VP അബ്ദുൾ റഷീദിനെ അടുത്തറിയുന്നവർക്ക് ഇത് വലിയ അത്ഭുതമില്ലായിരുന്നു. കാരണം ഈ അബ്ദുൾ റഷീദ് ആള് ചില്ലറക്കാരനല്ല. സത്യത്തിൽ അബ്ദുൾ റഷീദിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ ഇപ്പോൾ വളരെ വേദന തോന്നുകയാണ്. അദ്ദേഹം പറയുകയാണ്, ഞാൻ ജയിക്കുമെന്ന് ഞാൻ മാത്രമേ വിചാരിച്ചിരുന്നുള്ളൂ. പക്ഷെ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഷാഫി പറമ്പിലിനോട് ഞാൻ 100 വട്ടം പറഞ്ഞതാണ്, ഒന്നിവിടം വരെ വരൂ. അങ്ങനെ ഒടുവിൽ അദ്ദേഹം സമ്മതിക്കുകയും വരാമെന്ന് ഏൽക്കുകയും, എന്നാൽ അതിന് തലേ ദിവസം അദ്ദേഹം അത് ആ പരിപാടി ക്യാൻസൽ ചെയ്യുകയുമാണ് ചെയ്തത്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കഴിഞ്ഞ 10 വർഷം ശബ്ദമുയർത്തിയ ആരും തന്നെ ധർമ്മടത്ത് വന്ന് മുഖ്യമന്ത്രിക്കെതിരെ ഒരു വാഹനയാത്രയോ ജാഥയോ പ്രചരണത്തിനിറങ്ങാനോ ഒന്നും തയ്യാറായില്ല. അത് ഏറെ വിഷമിപ്പിക്കുകയാണ്. ഈ തിരഞ്ഞെടുപ്പിൽ ഞാൻ ഒറ്റയ്ക്ക് നിന്നാണ് പോരാടിയത്. തീർച്ചയായിട്ടും ഒറ്റയ്ക്ക് നിന്ന് വഴിവെട്ടി വന്ന ഒരാൾ തന്നെയാണ് VP അബ്ദുൾ റഷീദ്. ചുണക്കുട്ടി, ആൺകുട്ടി എന്നൊക്കെ പറയുന്നു. കാരണം അത് ആ ഒരു വിജയത്തിന്, അല്ലെങ്കിൽ 6 റൗണ്ട് വിജയത്തിന് അതിനൊരു പ്രത്യേക തിളക്കം തന്നെയുണ്ട്. കഴിഞ്ഞ തവണ അതിനു മുമ്പ് നമ്മുടെ ഉമ്മൻചാണ്ടിയൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ നോക്കുകയാണെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ കഴിഞ്ഞ ആ പുതുപ്പള്ളി എന്ന് പറയുന്ന ഉമ്മൻചാണ്ടിയുടെ കോട്ടയിൽ ആദ്യ 4 റൗണ്ട് എണ്ണിയപ്പോൾ ജയിക്കിനും സമാനമായ ഒരു സംഭവ വികാസം അരങ്ങേറിയിരുന്നു. അന്ന് ഉമ്മൻചാണ്ടിക്ക് വിരുദ്ധമായി, അല്ലെങ്കിൽ കോൺഗ്രസിന് പൊതുവെ വിരുദ്ധമായ ഒരു തരംഗം ഉണ്ടായിരുന്ന ഘട്ടമാണ്. അന്ന് ഉമ്മൻചാണ്ടിക്ക് 7000 ഭൂരിപക്ഷത്തിനാണ് അദ്ദേഹം ജയിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പറയുമ്പോൾ എല്ലാം പറയണമല്ലോ എന്നുണ്ട്. അതായത് പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ അങ്ങനെയല്ല. ക്യാപ്റ്റൻ എന്ന നിലയിൽ, CPM എന്ന നിലയിൽ ക്യാപ്റ്റനാണ്, മുഖ്യമന്ത്രിയാണ്. ഈ മുഖ്യമന്ത്രിയെ വാഴ്ത്തിപ്പാടാത്ത ആളുകൾ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. PR ഏജന്റുകൾ കോടികൾ മുടക്കിയ ആളുകൾ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഈ മുഖ്യമന്ത്രി 6ാം റൗണ്ട് വരെ തോൽക്കുക എന്ന് പറയുന്നത്, 6 റൗണ്ട് വരെ നിലം തൊടാതെ പറക്കുക എന്നുള്ളത് അതൊരു അത്ഭുതം തന്നെയാണ് എന്ന് പറയാം. തീർച്ചയായിട്ടും അദ്ദേഹം പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്കൊന്ന് നെഞ്ചിടണം. ഒരു പക്ഷേ ഒന്ന് അറിഞ്ഞ് ഈ മുതിർന്ന നേതാക്കന്മാർ ധർമ്മടത്ത് ഒരിക്കൽ കൂടി ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ 102 എന്ന് പറയാൻ 103 ഇരട്ടി മധുരം പിണറായി വിജയനെ തോൽപ്പിച്ചു എന്നുള്ള ആ ഒരു ഇരട്ടി മധുരം ഇവർക്ക് കിട്ടുമായിരുന്നു. എന്തായാലും അദ്ദേഹത്തിന്റെ VP അബ്ദുൾ റഷീദിന്റെ പ്രതികരണം ഒന്ന് കേൾക്കാം. ആരും വിശ്വസിച്ചില്ല. ഞാൻ നേതാക്കന്മാരോടൊക്കെ അഭ്യർത്ഥിച്ചു ഒന്ന് വരണം. ഞാൻ എൻ്റെ മുഴുവൻ ദേശീയ നേതാക്കന്മാരോടും എൻ്റെ പാർട്ടിയുടെ സംസ്ഥാന നേതാക്കന്മാരോടും ഞാൻ കാലുപിടിച്ച് പറഞ്ഞു, ഒന്ന് വരണം, മണ്ഡലത്തിലൊന്ന് വരണം, നമ്മൾ ജയിക്കും. ഷാരും ചെവി കൊണ്ടില്ല, എല്ലാവരും പുഞ്ചിരിച്ച് അതിനെ തള്ളുകയാണ് ചെയ്തത്. അവസാനം ഞാൻ വടകര MP ഷാഫി പറമ്പിലിനോടും പറഞ്ഞു, നിങ്ങളെങ്കിലും ഒരു ദിവസം വരണം. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവ് കൂടിയാണ് അദ്ദേഹം. പക്ഷേ പരിപാടി ക്യാൻസൽ ചെയ്യുകയാണ്. ഈ 10 വർഷക്കാലം പിണറായി വിജയനെതിരെ പറഞ്ഞവരാരും തന്നെ ധർമ്മടത്ത് വന്നിട്ടില്ല എന്നുള്ള സങ്കടമാണ്. ഞാൻ അന്നും പറഞ്ഞു, ആരെങ്കിലും ഒന്ന് വന്നിരുന്നെങ്കിൽ ഇതാകുമായിരുന്നില്ല റിസൾട്ട്. സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയിരുന്നു ധർമ്മടത്ത്. ചേട്ടൻ അറിയായിരിക്കും. കാരണം വേറെ ആരും ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല, ഒരു പൊതുയോഗം വെച്ചിരുന്നില്ല, ഒരു റാലി, അവസാനത്തെ കൊട്ടിക്കലാശം ഒഴിച്ചു നിർത്തിയാൽ ഒരു റാലിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതിരാവിലെ 5:30 ഞാൻ ഇറങ്ങും. 5:30
5:30 മോർണിംഗ് വാക്കിൽ തുടങ്ങിയാൽ പുലർച്ചെ 3 മണിയാണ്. കേവലം ഉറങ്ങിയത് 2-2.5 മണിക്കൂറാണ്. എങ്ങനെ അങ്ങനെ സാധിച്ചെന്ന് എനിക്കിപ്പോഴും വ്യക്തതയില്ല. കാരണം ഞാൻ ഒരു ദിവസം തലയിറങ്ങി വീണു പ്രചരണത്തിൻ്റെ ഇടയിൽ. ആരോഗ്യവാനായ ഒരാളാണ്. അങ്ങനെ ആ ജനത്തോടൊപ്പം നിന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കും, ഞാൻ കടക്കുപുറത്തൊന്നും പറയില്ല എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളോട് ചേർന്ന് നിന്നപ്പോൾ അവരെന്നെ ചേർത്ത് പിടിച്ചു. 3 പഞ്ചായത്ത് എണ്ണിക്കഴിഞ്ഞു. 3 പഞ്ചായത്ത് ചെമ്പിലോട്, അഞ്ചരക്കണ്ടി, വേങ്ങാട്. ഒരിക്കലും UDF ഭരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഭരണത്തിൻ്റെ അടുത്ത് പോലും എത്തിയിട്ടില്ലാത്ത മുഖ്യമന്ത്രിയുടെ വീടിരിക്കുന്ന വേങ്ങാട് പഞ്ചായത്തിലാണ് ഈ ചരിത്ര നേട്ടം. ഇപ്പോഴും 1000 വോട്ട് ലീഡിലാണ്. ഇനി എന്ത് ഇനിയിപ്പോൾ എണ്ണാനുള്ളത് മാവിലായി വില്ലേജാണ്, പെരളശ്ശേരിയാണ്, ധർമ്മടാണ്. പെരളശ്ശേരി കഴിഞ്ഞാൽ പെരളശ്ശേരി എന്ത് കടമ്പൂർ 7000 വോട്ട് ലീഡ് കഴിഞ്ഞോണം പിണറായി വിജയൻ നേടിയ പഞ്ചായത്താണ് പെരളശ്ശേരി. പക്ഷേ അത് കഴിഞ്ഞു എനിക്കൊരു പ്രവർത്തന സ്വാതന്ത്ര്യം ഉണ്ടായ സ്ഥലമുണ്ട്, കടമ്പൂരുണ്ട്, മുഴപ്പിലങ്ങാടുണ്ട്. ഈ 2 പഞ്ചായത്ത് അവിടെ കിടക്കാണ്. പക്ഷേ അത് കഴിഞ്ഞ് പിന്നീട് ധർമ്മടവും പിണറായി എന്ത് സംഭവിക്കുമെന്ന് ഇപ്പോഴും ഒരു വ്യക്തതയില്ല. തീർച്ചയായും എന്തായാലും രാഷ്ട്രീയപരമായി മാതൃഭൂമി ന്യൂസിലൂടെ ലോകത്തോട് പറയുന്നു, ധർമ്മടത്ത് UDF ജയിച്ചു. 10 വർഷം ഒരു നിലത്തെ ജനപ്രതിനിധിയായിരിക്കെ മുഖ്യമന്ത്രിയായിരുന്നിട്ടും ആ മണ്ഡലത്തിൽ 5 റൗണ്ടിൽ മുന്നിലെത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ പിണറായി വിജയൻ പരാജയപ്പെട്ടു എന്നുള്ളത് 50,123 വോട്ടിന്റെ ഭൂരിപക്ഷം. അതന്നെ, ആ 50,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൻ്റെ കഥ പറഞ്ഞിട്ട് ഈ കേരളത്തോട് എന്താ പറയുക, അവസാനത്തെ 6 ദിവസം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. രാഷ്ട്രീയം ഒരു ഘട്ടത്തിലും പിണറായി വിജയൻ പറഞ്ഞില്ല. ഞാൻ ഒന്നും പറഞ്ഞു, 40 കോടി രൂപയാണ് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. 40 വേടൻ്റെ പരിപാടി ഉൾപ്പെടെ സിനിമാ താരങ്ങളും മുഴുവൻ വന്നിറങ്ങിയിട്ടാണ് പ്രചരണം നടത്തിയത്. ആ പഞ്ചായത്തിൽ വേടൻ്റെ പരിപാടി നടത്തിയ പഞ്ചായത്തിൽ പോലും CPM നിലം തൊട്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും രാഷ്ട്രീയപരമായ ഒരു വിജയം തന്നെയാണ് ഇതിൻ്റെ റിസൾട്ട്. ഇനിയിപ്പോൾ എണ്ണാനുള്ളത് ഞങ്ങൾക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം ഇല്ലാത്ത സ്ഥലങ്ങളാണ്. പെരളശ്ശേരിയിലെ മാവിലായി വില്ലേജ്, ധർമ്മടം പഞ്ചായത്ത്, അതുപോലെ തന്നെ പിണറായി പഞ്ചായത്തൊക്കെ എണ്ണാനുണ്ട്. പക്ഷേ ആ എണ്ണാനുണ്ടാകുമ്പോൾ പിണറായി വിജയന്റെ രാഷ്ട്രീയ അസ്തിത്വത്തെയാണ് താങ്കൾ ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത്. തീർച്ചയായും അത് ഞാനല്ല ചോദ്യം ചെയ്തത്. ഞാനൊരു വ്യക്തി എന്ന നിലയിൽ ഞാനല്ല ചോദ്യം ചെയ്തത്, ധർമ്മടത്തെ ജനങ്ങളാണ്. ഞാൻ അവരുടെ മുമ്പിൽ നിന്നു കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. 5 വർഷം എനിക്കങ്ങനെ ധർമ്മടവുമായി ഞാൻ 7 വർഷം പഠിച്ചൊരു സ്ഥലമാണ്. പാലയാട് ക്യാമ്പസിലാണ് പഠിച്ചത്. അതുപോലെ തന്നെ കഴിഞ്ഞ 6 വർഷമായി പെരളശ്ശേരി പഞ്ചായത്തിലാണ് താമസം. എൻ്റെ ഭാര്യ വീട് എവിടെയാണ്. മറ്റ് ബന്ധങ്ങൾ എനിക്കില്ല. രാഷ്ട്രീയമായി സംഘടനാപരമായുള്ള ബന്ധങ്ങളേ ഉള്ളൂ. തളിപ്പറമ്പിൽ 5 വർഷക്കാലം നിന്ന് പ്രവർത്തിച്ച ഒരാളാണ്. സ്ഥാനാർത്ഥി ആവുന്നതിന് പ്രതീക്ഷിച്ച് അതിന് മുന്നൊരുക്കം നടത്തിയ ഒരാളാണ്. പിണറായി വിരുദ്ധ തരംഗം, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതാണ്. അപ്പോൾ ഒരു സുപ്രഭാതത്തിലാണ് ഞാൻ ധർമ്മടത്തേക്ക് പോകുന്നത്. അവിടെ ഇറങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവിടെയുള്ളത് ആൻറ്റി പിണറായിസമാണ്. പിണറായി വിരുദ്ധത മനസ്സിലിങ്ങനെ ആളിക്കത്തുകയാണ് ജനങ്ങളുടേത്. സ്വാഭാവികമായിട്ടും ഞാൻ ജനങ്ങളുടെ മുമ്പിൽ ചിരിച്ച് അതിനെതിരെ നിൽക്കുമെന്ന് പറഞ്ഞപ്പോൾ ജനം അത് സ്വീകരിച്ചു. തീർച്ചയായും പിണറായി വിജയൻ്റെ രാഷ്ട്രീയ പരാജയമാണ്. ആ രാഷ്ട്രീയ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് പിണറായി വിജയൻ തന്നെ പ്രഖ്യാപിക്കണം, ധർമ്മടത്ത് UDF ആണ് വിജയിച്ചതെന്ന് പ്രഖ്യാപിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഇത് UDFന്റെ ധർമ്മടത്തെ രാഷ്ട്രീയ വിജയം നേടിയെന്ന് അഭിമാനത്തോടു കൂടി പറയുകയാണ്. VD സതീശൻ വനവാസത്തിന് പോകണം എന്നുള്ളതായിരുന്നല്ലോ ഒരു പ്രധാനപ്പെട്ട ചർച്ച. ഞാൻ അങ്ങനെ പറയില്ല. പിണറായി വിജയൻ പക്ഷേ മാപ്പ് പറയണം. പിണറായി വിജയൻ ധർമ്മടത്തെ ഈ ജനവിധി ഉൾക്കൊണ്ടുകൊണ്ട് ഈ 10 വർഷക്കാലം അഹങ്കരിച്ചതിന്, ധിക്കാരത്തോടെ, ധാർഷ്ട്യത്തോടെ ജനങ്ങളോട് പെരുമാറിയതിന്, ജനങ്ങളെ വെല്ലുവിളിച്ചതിന്, നികുതി കൂട്ടിയതിന്, ജീവനക്കാരെ ദ്രോഹിച്ചതിന്, അധ്യാപകരെ, എന്തിനേറെ പറയുന്നു നമ്മുടെ ആശാ വർക്കർമാരെ ഉൾപ്പെടെ വെല്ലുവിളിച്ചതിന്, അവരെ അപമാനിച്ചതിന്, ഈ കഴിഞ്ഞ 10 വർഷക്കാലം അദ്ദേഹം കാട്ടിക്കൂട്ടിയ സകല പ്രവർത്തനങ്ങൾക്കും അദ്ദേഹം മാപ്പ് പറയണം എന്നുള്ള ആവശ്യമാണ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ ആവശ്യപ്പെടാനുള്ളത്.